മൈസൂരിലെ ഡേ 2 വീഡിയോ ആട്ടോ ഇത്. അങ്ങനെ ഇതാ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇനി കുറച്ച് സ്ഥലം കൂടി കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായത് ഈ ഒരു കാർ മ്യൂസിയത്തിലാണ്. ഫസ്റ്റ് നമ്മളിവിടെ പോകണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടേനു. പിന്നെ ഇത് ഞങ്ങൾ മുന്നേ പോയപ്പോൾ കണ്ടിട്ടില്ലേനു, അതുകൊണ്ട് വിചാരിച്ചൊന്ന് ജസ്റ്റ് കയറി കാണാമെന്ന്. പക്ഷേ മൈസൂരിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് ആരും മിസ്സാക്കരുത്, അത്രയും അടിപൊളിയാട്ടോ. ഇവിടെ പണ്ട് മുതലേ ഉള്ള കാറിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല നീറ്റാട്ടോ. അതുപോലെ തന്നെ എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് ഉള്ളത്, അത്രയും അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈസൂർ വരികയാണെങ്കിൽ ഈ ഒരു പ്ലേസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ നമ്മുടെ താർ റോക്സിൻ്റെ ഒക്കെ ഒരു പഴയ മോഡൽ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എൻട്രി ഫീ വരുന്നത് 70 റുപ്പീസാണ്. പാർക്കിംഗ് ഫീ ഒന്നുമില്ല, ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഈ പഴയകാല വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ പിന്നെ ട്രക്ക്, അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഈ മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്ത കുറേ വെഹിക്കിൾസ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു വെഹിക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് വെച്ചിട്ടാട്ടോ. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഡോർ ആയിക്കോട്ടെ എല്ലാം വുഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവം ഇവിടെ കാണാനുണ്ട്. അങ്ങനെ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായത് മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള ചേർച്ചിലേക്കാണ്, സെൻറ്റ് ഫിലോമിനാസ് ചേർച്ച്. അങ്ങനെ ഈ ഒരു പള്ളിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം വിശക്കുന്നുണ്ടേനു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മൈസൂർ ബിരിയാണി കേട്ടോ കഴിക്കാൻ വേണ്ടി പോയത്. കുഴപ്പമില്ല, എനിക്കായ ഫ്ലേവർ അത്ര വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതുമൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് പാലസിലാണ്, മൈസൂർ പാലസ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, മൈസൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ എല്ലാവരും പോകുമല്ലോ. ഞങ്ങൾ കുറേ ടൈം പോയിട്ടുണ്ട്, എന്നാലും മൈസൂർ വന്ന സ്ഥിതിക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കാണാൻ വിചാരിച്ചിട്ട് പോയതാട്ടോ. അങ്ങനെ പാലസിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത്. പോകുന്ന വഴിയിൽ ഈ ഒരു ചോളം കിട്ടിയിട്ടുണ്ടേനു. അങ്ങനെ നല്ല ചുട്ട ചോളവും കൂടി കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഞങ്ങളുടെ ഒരു മൈസൂർ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.